ഒന്നര നൂറ്റാണ്ടിലേറെ ജീവിച്ചു പോന്ന ഭൂമി വഖഫ് ബോർഡിന് സ്വന്തമാകുന്നു. വഖഫ് അവകാശങ്ങൾ വേട്ടയാടുന്ന മുനമ്പം നിവാസികൾ. ഡൽഹിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 6 ക്ഷേത്രങ്ങൾ വഖഫ് ഭൂമിയിലെന്ന് അവകാശവാദം. പ്രതിഷേധവുമായി വിശ്വാസികൾ. നിയമ ഭേദഗതിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. എതിർപ്പുമായി കോൺഗ്രസ്. എറണാകുളത്ത് ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഭൂമി വഖഫ് ബോർഡ് സ്വന്തമാക്കുന്നുവെന്ന് പരാതി. ഇതേ തുടർന്ന് വഖഫ് ബോർഡിനെതിരെ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ പരാതിയുമായി സീറോ മലബാർ സഭ രംഗത്തു വന്നു. ചെറായി, മുനമ്പം വില്ലേജുകളിലെ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് കയ്യേറുന്നുവെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇതിനെ തുടർന്ന് 600-ലധികം കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണെന്നും വഖഫ് നിയമ ഭേദഗതിയിൽ ഈ വിഷയം പരിഹരിക്കാനുള്ള നിർദ്ദേശം ഉണ്ടാകണമെന്നും ലോക്സഭാ സെക്രട്ടേറിയറ്റ് നൽകിയ പരാതിയിൽ സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 10-നാണ് കത്ത് നൽകിയത്. തത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുന്നതാണ് ഈ പരാതി. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു ഭൂമി തർക്കം ഉണ്ടാകുമ്പോൾ ആ ഭൂമി ആരുടേതാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം മുൻപ് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് ഭരണകൂടം വഖഫ് ബോർഡിന് നൽകിയിരുന്നു. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും വിചിത്രമായ കരി നിയമമാണിത്. ഇത്തരത്തിലൊരു നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അടിച്ചമർത്തി ഭരിച്ചപ്പോൾ പോലും ഉണ്ടായിരുന്നിരിക്കില്ല എന്നും സീറോ മലബാർ സഭ വ്യക്തമാക്കി. എന്തായാലും വഖഫ് നിയമവുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിന് പ്രത്യക്ഷത്തിൽ പിന്തുണയായിരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ ഈ പരാതി. ഇതേ സമയം തന്നെ ഡൽഹിയിലെ 6 പ്രധാന ക്ഷേത്രങ്ങളിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വഖഫ് ബോർഡ്. ഡൽഹിയിലെ നിരവധി ക്ഷേത്രങ്ങൾ വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണെന്ന് പറയപ്പെടുന്ന ന്യൂനപക്ഷ കമ്മീഷന്റെ 2019 റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ വഖഫ് ബോർഡ് നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ് ഇതെല്ലാം എന്നതാണ് വസ്തുത. ഹിന്ദുക്കളുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത് ഇതാദ്യമായല്ല. അടുത്തിടെ ബീഹാറിലെ ഗോവിന്ദ്പൂർ ഗ്രാമത്തിൽ വഖഫ് ബോർഡ് ഗ്രാമനിവാസികൾക്ക് മുഴുവൻ ഗ്രാമവും തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. പട്നയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗോവിന്ദ്പൂർ ഏകദേശം 5000 ജനസംഖ്യയുള്ള 90% ഹിന്ദു ജനസംഖ്യയുള്ള ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിലെ 7 പേർക്ക് സ്ഥലം വിട്ടു നൽകാൻ വഖഫ് ബോർഡ് നോട്ടീസ് നൽകി. റിപ്പോർട്ടുകൾ പ്രകാരം വഖഫ് സ്വത്തുക്കൾ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2006-ൽ രാജ്യത്തുടനീളമുള്ള വഖഫ് സ്വത്തുക്കളുടെ ആകെ വിസ്തൃതി 1.2 ലക്ഷം ഏക്കർ ആയിരുന്നെങ്കിൽ 2009-ൽ അത് 4 ലക്ഷം ഏക്കറായി വർദ്ധിച്ചു. 2024 ആകുമ്പോഴേക്കും 9.4 ലക്ഷം ഏക്കറായി വർദ്ധിച്ചു. ഈ വർദ്ധിച്ചു വരുന്ന സമ്പത്ത് വഖഫ് ബോർഡിന്റെ ഭൂമി കയ്യേറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വഖഫ് ബോർഡ് നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിന് ഹൈന്ദവ ക്രിസ്ത്യൻ വിശ്വാസങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിചിത്ര നിയമത്തെ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയോട് തന്നെയുള്ള വെല്ലുവിളിയാണ്.